നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള മാസത്തിലെ കുംഭത്തിലെ പൂരനാളിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം. അതിൽ പ്രധാനപ്പെട്ട ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുന്ന ദിവസം. പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്, ഒരു നിയോഗമാണ്. മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെ ഓടിപ്പോയി ഇടാൻ കഴിയുന്ന ഒന്നല്ല. ശക്തി സ്വരൂപിയായ ആറ്റുകാൽ അമ്മയുടെ ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ. ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടും ആറ്റുകാൽ പൊങ്കാല ഇടാൻ കഴിയാത്ത എത്രയോ വേദനിക്കുന്ന ഭക്ത മനസ്സുകളുണ്ട് അല്ലേ. നമ്മൾ അമ്മയുടെ സന്നിധിയിൽ അല്ലെങ്കിൽ അനന്തപുരിയിൽ പോയി പൊങ്കാല ഇടണമെന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് നല്ല രീതിയിൽ പൊങ്കാല ഇടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ പൊങ്കാല ഇടാം, നല്ല രീതിയിൽ ചിട്ടയോടുകൂടി നമുക്ക് എങ്ങനെ പൊങ്കാല ഇടാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുവരെ ആറ്റുകാൽ പൊങ്കാല ഇടാത്തവരും ഇടാൻ സാധിക്കാത്തവരും അവിടെ പോയി ആരോഗ്യം അനുവദിക്കാത്തവരും പൊങ്കാല ഇടാൻ ഒത്തിരി ആഗ്രഹമുള്ളവരും വീട്ടിൽ നമുക്ക് എങ്ങനെ പൊങ്കാല ഇടാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏത് വീട്ടിൽ വേണമെങ്കിലും നമുക്ക് പൊങ്കാല ഇടാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുലവാലായ്മ, മറ്റ് അശുദ്ധികളൊന്നും പാടില്ല. പീരീഡ്സ് ടൈം പീരീഡ്സ് കഴിഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 7 ദിവസം കഴിയണം. പക്ഷെ അശുദ്ധിയാണെങ്കിൽ 7 ദിവസം കഴിയണം, അല്ലെങ്കിൽ 9 ദിവസം കഴിഞ്ഞ് കുളിച്ച് ഫുൾ ശുദ്ധിയായിട്ട് മാത്രമാണ് നമ്മൾ മുറ്റത്ത് പൊങ്കാല ഇടാൻ പാടുള്ളൂ. ഈ പ്രാവശ്യം പറയുന്നത് 13-ാം തീയതിയാണ് പൊങ്കാല. അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ വ്രതം നോക്കണം. തലേ ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കി, അമിത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി, പട്ടിണി കിടക്കാതെ പഴങ്ങളോ ജ്യൂസോ കരിക്കോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതം നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ വ്രതം, അതായത് അരിയാഹാരം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് തലേ ദിവസം വ്രതം നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടുന്ന സമയത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. നമ്മൾ അകത്താണെങ്കിലും പെരയാണെങ്കിലും അതുപോലെ തന്നെ പുറമാണെങ്കിലും മുറ്റമാണെങ്കിലും നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വീടും അകവും എല്ലാം തുടച്ച് വൃത്തിയാക്കി പഴയ തുണികളെല്ലാം വൃത്തിയായിട്ട് കഴുകി വീട് നല്ല രീതിയിൽ ശുദ്ധിയാക്കുക. രണ്ടാമത്തെ കാര്യം, മുറ്റത്താണ് പൊങ്കാല ഇടുന്നതെങ്കിൽ നമ്മുടെ മുറ്റം നന്നായിട്ട് വൃത്തിയാക്കുക. ചപ്പ് ചവറുകളെല്ലാം കത്തിച്ച് വീടും പരിസരവും നന്നായിട്ട് കഴുകി ചാണകവെള്ളം ഉണ്ടെങ്കിൽ ചാണകവെള്ളം തെളിക്കുക. അതുപോലെ തന്നെ മഞ്ഞളും ഉപ്പിട്ട വെള്ളം നന്നായിട്ട് തളിച്ച് വീടും പരിസരവും നല്ല രീതിയിൽ ശുദ്ധിയാക്കുക. അപ്പോൾ ചാണകവെള്ളമൊക്കെ എല്ലാവർക്കും സാധ്യമാവുന്നില്ല, കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപ്പും മഞ്ഞളും നന്നായിട്ട് കലക്കി വീടിൻ്റെ പരിസരമൊക്കെ നല്ല രീതിയിൽ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പൊങ്കാല ഇടുന്ന ഭാഗത്ത് എല്ലായിടത്തും നന്നായിട്ട് വൃത്തിയാക്കണം. ആ ഒരു ഭാഗത്ത് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കണം. അതിന് വെച്ചതിന് ശേഷം എപ്പോഴും നമ്മൾ പൊങ്കാല ഇടുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് പൊങ്കാല ഇടേണ്ടത്. അപ്പോൾ ചില വീടുകൾ തെക്കോട്ടായിരിക്കാം, ചില വീടുകൾ വടക്കോട്ടും, ചില വീട്ടിൽ ദർശനം പടിഞ്ഞാറോട്ടും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പൊങ്കാല ഇടാൻ നിൽക്കേണ്ടത് കിഴക്കോട്ട് മുഖം തിരിച്ച് ആയിരിക്കണം. ആദിത്യൻ അഭിമുഖമായിട്ട്, സൂര്യൻ അഭിമുഖമായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടാൻ നിൽക്കേണ്ടത്. വീടിന് മുമ്പിൽ അടുപ്പ് ഒരുക്കേണ്ട സമയത്ത് വീടിൻ്റെ മുൻഭാഗത്തുള്ള വാതിലുണ്ടല്ലോ, മെയിൻ ഡോറ്, അത് വിട്ട് ഒരുക്കുന്നതായിരിക്കും നല്ലത്. അതായത് പ്രധാന വാതിലിൻ്റെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ആയിരിക്കണം നമ്മൾ പൊങ്കാല അടുപ്പ് കൂട്ടേണ്ടത്. ഒരിക്കലും അടുപ്പ് കൂട്ടാൻ പാടില്ല. അടുപ്പ് കൂട്ടുമ്പോൾ എത്ര കല്ല് വെക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒന്നുകിൽ 3 കല്ല് അല്ലെങ്കിൽ 6 ചുടുകല്ല്. നമ്മൾ കിഴക്കോട്ട് ദർശനം വെച്ചിട്ടാണല്ലോ അടുപ്പ് കത്തിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നേരെ തന്നെ ആ ഒരു കല്ലിൻ്റെ നേരെ വശം വേണം. ബാക്കി 2 വശങ്ങളിലായിട്ട് മറ്റേ ഓരോ കല്ലുകളും വെക്കാം. അങ്ങനെ ഒരു അടുപ്പ് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ അടുപ്പിനൊട്ടും അതായത് ഉറപ്പില്ല, മറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 കല്ല് വീതം 2 വശങ്ങളായിട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വെക്കാം. അങ്ങനെ 6 കല്ലും വെക്കാം. അപ്പോൾ ചുടുകട്ടകൾ തന്നെ വേണം പൊങ്കാലയിടാൻ വെക്കാൻ നേരത്ത്. അതും പുതിയ കല്ലുകൾ മേടിക്കാൻ നോക്കുക. അതുപോലെ കലങ്ങൾ ഉപയോഗിക്കുമ്പോഴും മൺകലങ്ങൾ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. മൺകലം ഉപയോഗിക്കുമ്പോൾ പുതിയത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ചില അമ്മമാർ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ പൊങ്കാലയിടാൻ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. എപ്പോഴും നല്ലത് പൊങ്കാലയ്ക്ക് വാങ്ങുന്ന പുതിയ മൺകല തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടി തന്നെ ഒരു മൺകല നിങ്ങൾ മേടിക്കണം. ചിലർ ഒരു പൊങ്കാലയ്ക്ക് ശേഷം പിന്നെ അത് തന്നെ കഴുകി ഉപയോഗിക്കാറുണ്ട്. അതൊരിക്കലും പാടില്ല. പൊങ്കാലയ്ക്ക് വേണ്ടി കല്ലും മൺകലവും പുതിയ തന്നെ വാങ്ങിക്കുക. പിന്നെ നല്ല രീതിയിൽ ഒരുക്കി നമ്മുടെ കുടമൊക്കെ നന്നായിട്ട് കലമൊക്കെ ഒരുക്കി പൊട്ടും കുറിയൊക്കെ തൊട്ട് നിറയെ പൂമാലയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പൊങ്കാല കത്തിക്കാനായിട്ട്. കത്തിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പൂമാല പ്രസാദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൂമാല രണ്ടാമത് ചേർത്താവുന്നതാണ്.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് അടുപ്പിൻ്റെ വലതുവശത്തായിട്ട് ഒരു തൂശനര വെട്ടിയിട്ടിട്ട് 5 തിരിയിട്ട് ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കണം. രാവിലെ നമ്മളെല്ലാം ഒരുക്കി തുടങ്ങണം. രാവിലെ ഒരു 10 മണിക്കുള്ളിൽ ഇതെല്ലാം നമ്മൾ ഒരുക്കി വെക്കണം. ഒരു കാര്യം, ഇതിൽ 10നും 10:30 ഇടയ്ക്കാണ് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ ഭണ്ഡാര അടുപ്പിലെ അഗ്നി പടരുന്നത്. ആദ്യത്തെ പൊങ്കാലയ്ക്ക് ആ സമയത്താണ് അഗ്നി പടരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 മണിയാകുമ്പോൾ ഇതെല്ലാം ഒരുക്കി നമ്മുടെ വീട്ടിൽ ഇതെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഒരുക്കി വെക്കേണ്ടതാണ് കേട്ടോ. ആദ്യം നമ്മൾ അടുപ്പെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം രണ്ടാമത് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു തൂശനയിലയിൽ ഗണപതിക്ക് ഒരുക്കണം. ഗണപതിക്ക് ഒരു ഉണ്ട ശർക്കരയും ഒരു പടല പഴവും കുറച്ച് മലരും കരിക്കൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് കൈ കൂപ്പുന്ന രീതിയിൽ തിരിയിട്ട് വേണം നമ്മൾ കത്തിച്ച് വെക്കാൻ. ഗണപതിയെ ഒരുക്കിയിട്ട് വേണം നമ്മൾ ഏത് കാര്യവും തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തിരി തെളിയിക്കുമ്പോൾ ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വേണം തിരി തെളിയിക്കാനായിട്ട്. കത്തിക്കുന്ന വിളക്ക് അണയാതെ തന്നെ നോക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, കരിന്തിരി കത്താതെ തന്നെ നമ്മൾ നോക്കുക. 10നും 10:30 ആകുമ്പോഴേക്കും ആറ്റുകാൽ ഭണ്ഡാര അടുപ്പിൽ നിന്ന് അഗ്നി പടരും. ആ സമയത്ത് തന്നെ നമ്മൾ TV ഓണാക്കുകയോ അതുപോലെ ന്യൂസിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആ സമയത്ത് തീ പടരുന്ന സമയം. അപ്പോൾ കിഴക്ക് തിരിഞ്ഞ് നിന്നിട്ട് നമുക്ക് അഗ്നി പടർന്ന് നിലവിളിലേക്ക് നമുക്ക് അടുപ്പിലേക്ക് അഗ്നി പടരാം. അപ്പോൾ ശരിയായ രീതി അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മൾ കത്തിച്ച വിളക്കിൽ നിന്ന് നമ്മുടെ തിരി എടുത്തിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ്. പൊങ്കാലയ്ക്ക് നമുക്ക് ശർക്കര പായസമോ കടുംപായസമാണ് മെയിനായിട്ട് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ പൊങ്കാല ഇട്ട് കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധ പോകരുത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം നമുക്ക് ജപിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആറ്റുകാൽ അമ്മയുടെ ഒരു ഫോട്ടോയോ ഗണപതിയുടെ ഒരു ഫോട്ടോയോ വെക്കുന്നത് നല്ലതാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ വീട്ടിൽ പൊങ്കാല ഇടുന്ന സമയത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അരി ഇടുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു പിടി അരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രയംബകേ ഗൗരി ആറ്റുകാൽ അമ്മേ നമസ്തുതേ എന്നുള്ള മന്ത്രം ഒന്ന് ചൊല്ലി ആറ്റുകാൽ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് ഒരു പിടി അരി നമുക്ക് കലത്തിലോട്ട് ഇടാം. പൊങ്കാല നിവേദ്യം കൂടാതെ നമുക്ക് അമ്മയ്ക്ക് മണ്ടപ്പുറ്റ് അടയൊക്കെ സമർപ്പിക്കാം കേട്ടോ. അതും ദേവിക്ക് സമർപ്പിക്കാൻ നല്ലതാണ്. 1:15 ആകുമ്പോൾ എല്ലാം നേദിക്കാൻ വെക്കും. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് തുളസിപ്പൂവും നമ്മൾ ഭഗവതിക്ക് സമർപ്പിക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് പുഷ്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതും കുറച്ച് ജലത്തിലോട്ട് ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ട് ശുദ്ധമായ വെള്ളം വേണം. ഈ തുളസി മിക്സ് ചെയ്ത ആ വെള്ളം നമുക്ക് തളിച്ചിട്ട് വേണം നമുക്ക് ദേവിക്ക് നേദിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇതുവരെയും പൊങ്കാല ഇടാത്തവരും വീട്ടിൽ പൊങ്കാല ഇടുന്നവരും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ദേവിയെ മനം ഉരുകി പ്രാർത്ഥിച്ച് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിന്ന് വന്നു ചേരാനും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇതുപോലെ പൊങ്കാല ഇടാം. അപ്പം നല്ല രീതിയിൽ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പൊങ്കാല ഇട്ടോളൂ. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അമ്പലത്തിൽ തന്നെ പോയി പൊങ്കാല ഇടണമെന്ന്. അപ്പോൾ ആ സാധിച്ചത് എല്ലാവർക്കും വരില്ല. പക്ഷേ ഏത് സ്ഥലത്താണോ നിങ്ങളുള്ളത്, പക്ഷേ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ദേവീനെ മനമൊരുക്കി പ്രാർത്ഥിച്ച് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ പൊങ്കാല ഇടാൻ പറ്റും. ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.